പാഞ്ചാല രാജ്യത്തിൻ്റെ രാജാവായ ദ്രുപദൻ്റെ നേതൃത്വത്തിൽ ഒരു യാഗം നടക്കുകയാണ്. രാജാവ് ദ്രുപദൻ പവിത്രമായ അഗ്നിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഏറെ ആത്മാർത്ഥതയോടെ തൻ്റെ ആഗ്രഹം നിവർത്തിക്കുന്നു. തൻ്റെ രാജപൈതൃകത്തിന് ഒരു അവകാശിയായി, ഒപ്പം പാഞ്ചാല രാജ്യത്തിൻ്റെ സിംഹാസനത്തിലിരുന്നു കൊണ്ട് പ്രജകളുടെ ഹിതത്തിനനുസരിച്ച് രാജ്യഭാരം വഹിക്കുന്ന എല്ലാം തികഞ്ഞ യോദ്ധാവായ ഒരു സൽപുത്രനെ ലഭിക്കാൻ വേണ്ടി മുൻപെങ്കും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു യജ്ഞം അവിടെ നടത്തപ്പെടുകയാണ്. യജ്ഞഭൂമിയിലെ വായു മഹാമന്ത്രങ്ങളാൽ മുഖരിതമായി. യജ്ഞകുണ്ഡത്തിൽ നിന്നുള്ള അഗ്നി ഉയർന്നു പൊങ്ങി ആകാശത്ത് നൃത്തം ചെയ്തു. ഒടുവിൽ ദിവ്യവും പവിത്രവുമായ അഗ്നിയുടെ ഹൃദയത്തിൽ നിന്ന് തേജസ്വിയായി കാണപ്പെട്ട ഒരു ശിശു ഉയർന്നു വന്നു. അവർ അവന് ദൃഷ്ടദ്യുമ്നൻ എന്ന പേരാണ് നൽകിയത്. എന്നാൽ ദ്രുപദൻ്റെ സൗഭാഗ്യം അവിടെ അവസാനിക്കുന്നില്ല. ഒരു സൽപുത്രനു വേണ്ടിയുള്ള തൻ്റെ കാത്തിരിപ്പ് അവസാനിച്ചതുകൊണ്ട് യാഗഭൂമിയിൽ നിന്ന് സന്തോഷത്തോടെ പിൻവാങ്ങാൻ തുടങ്ങിയ ദ്രുപദനോട് ദേവന്മാർ പറഞ്ഞു, നിനക്ക് ഒരു കുഞ്ഞിനെ കൂടി നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഒരു മകൾ. എന്നാൽ അതിനു പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. ഇത് കേട്ടപ്പോൾ തന്നെ ദ്രുപദൻ്റെ മുഖം വാടി. ഞാൻ ഒരു മകനെയാണ് ആവശ്യപ്പെട്ടത്, ഒരു മകളെയല്ല, ദ്രുപദൻ പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ജ്ഞാനികളായ സത്തുക്കളുടെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് ദ്രുപദൻ പിന്തിരിഞ്ഞ് നടക്കുവാൻ തുടങ്ങി. എന്നാൽ യജ്ഞഭൂമിയിലെ അഗ്നി ഒരിക്കൽ കൂടി വിറച്ചു. അതിൽ നിന്ന് ഒരു തീനാളം ഉയർന്നു പൊങ്ങി ദ്രുപദൻ്റെ മാർഗത്തിന് തടസ്സമായി നിലകൊണ്ടു. തൻ്റെ മാർഗത്തിന് തടസ്സമായി നിൽക്കുന്ന അഗ്നിയെ സാക്ഷിയാക്കി സ്വർഗത്തിലേക്ക് നോക്കി ദ്രുപദൻ ഏറെ കുപിതനായി പറഞ്ഞു, നിങ്ങൾക്ക് എനിക്കൊരു പെൺകുട്ടിയെ നൽകണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ അവളെ എനിക്ക് ആശ്വാസം കൊണ്ടല്ല നിർമ്മിച്ച് നൽകേണ്ടത്, മറിച്ച് ഈ അഗ്നിയുടെ നാളങ്ങൾ അവളെ സൃഷ്ടിക്കട്ടെ. ഇതിഹാസത്തിലുടനീളം വേദനയും അനീതിയും അനുഭവിക്കാൻ അവൾക്ക് ഇടവരട്ടെ. പക്ഷേ ഒരിക്കലും ധർമ്മത്തിൻ്റെ പാത അവൾ കൈവെടിയരുത്. മറ്റുള്ളവർ ചെയ്യുന്ന പാപങ്ങളാൽ തൻ്റെ പരിശുദ്ധി അവൾക്ക് നഷ്ടപ്പെടട്ടെ. എന്നാൽ നീതിയുടെ വിജയങ്ങളിലൂടെ അവൾ അത് വീണ്ടെടുക്കട്ടെ. തന്നെ വിശ്വസിക്കുന്നവരെ ശക്തിപ്പെടുത്താനും വലിയ തകർച്ചകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനും ദുഃഖിതർക്ക് ശക്തി നൽകി മഹാദുഃഖങ്ങളെ അതിജീവിക്കാനും പ്രപഞ്ചം മുഴുവൻ അനീതിയിലേക്ക് കുതിക്കുമ്പോഴും നീതിയുടെ പാതയിലൂടെ അചഞ്ചലമായി നടക്കാനും സന്തോഷത്തിലും ദുഃഖത്തിലും അമിതമായി അഭിരമിക്കാത്ത ഒരു കന്യകാരത്നമായി നിങ്ങൾ എനിക്ക് നൽകുന്ന ഈ ശിശു ഈ അഗ്നിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കട്ടെ. ദ്രുപദ മഹാരാജാവിൻ്റെ ഈ വാക്കുകൾക്കൊടുവിൽ അഗ്നിയിൽ നിന്ന് മഹാഭാരതത്തിൻ്റെ ഗതി നിർണയിക്കുവാൻ ധർമാധർമ്മങ്ങൾ തമ്മിൽ മാറ്റുരയ്ക്കുന്ന മഹായുദ്ധത്തിൻ്റെ അഗ്നിച്ചൂളയിലേക്ക് യാഗാഗ്നിയുടെ എല്ലാ പരിശുദ്ധിയും ആവാഹിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ നിറത്തിനോട് ഏറെ സാമ്യമുള്ള കൃഷ്ണ എന്ന ശിശുരത്നം പിറന്നു വീണു. അവൾക്ക് അവർ നൽകിയ പേര് ദ്രൗപദി എന്നായിരുന്നു. ദ്രുപദ രാജാവിൻ്റെ പുത്രിയാകയാൽ സ്തംഭം എന്ന അർത്ഥം വരുന്ന ദ്രുപദ എന്ന വാക്കിൽ നിന്ന് ദ്രൗപദി എന്ന നാമം ഈ ശിശുരത്നത്തിന് നൽകപ്പെട്ടു. ശ്രീകൃഷ്ണൻ്റേതിന് സമാനമായ നിറമുള്ളതിനാൽ കൃഷ്ണ എന്ന പേരിലും ദ്രൗപദിയെ എല്ലാവരും വിളിച്ചു. ഇതിഹാസത്തിലുടനീളം യാജ്ഞസേനി, സൈരന്ധ്രി, പാർഷദി, മാലിനി, പഞ്ചവല്ലഭ, പാണ്ഡുശർമിള തുടങ്ങിയ വിവിധ നാമങ്ങളിൽ ദ്രൗപദിയെ എല്ലാവരും സംബോധന ചെയ്യുന്നുണ്ട്. യാഗാഗ്നിയിൽ നിന്ന് തൻ്റെ സഹോദരനായ ദൃഷ്ടദ്യുമ്നനോടൊപ്പം പിറന്ന ദ്രൗപദിയുടെ ജന്മകഥ മഹാഭാരതത്തിൻ്റെ ആദിപർവത്തിലാണ് വിവരിച്ചിരിക്കുന്നത്. കുരു സാമ്രാജ്യത്തിൻ്റെ ഗുരുനാഥനായ ദ്രോണാചാര്യരോട് കടുത്ത പക മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ദ്രുപദ രാജാവിന് തൻ്റെ പ്രതികാരം നിറവേറ്റാനായി നിലവിലുള്ള മക്കളോ സഖ്യകക്ഷികളോ അശക്തരാണെന്ന് മനസ്സിലാകുന്നു. ദ്രോണാചാര്യർക്ക് തൻ്റെ ബാല്യകാല സുഹൃത്തു കൂടിയായ ദ്രുപദ രാജാവിൽ നിന്ന് വലിയൊരു അപമാനം നേരിടേണ്ടി വന്നു. കുരു സാമ്രാജ്യത്തിൻ്റെ ഗുരുനാഥനായി അവരോധിക്കപ്പെട്ടതിന് ശേഷം ദ്രോണാചാര്യർ അർജുനനടക്കമുള്ള തൻ്റെ പ്രിയ ശിഷ്യന്മാരോട് ഗുരുദക്ഷിണയായി ആവശ്യപ്പെട്ടത് ദ്രുപദനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തണം എന്നായിരുന്നു. കുരു രാജകുമാരന്മാർ ദ്രോണരുടെ ഈ ആഗ്രഹം നിറവേറ്റിയപ്പോൾ ദ്രുപദനെ നഷ്ടപ്പെട്ടത് തൻ്റെ അഭിമാനവും രാജ്യവുമായിരുന്നു. എന്നാൽ ദ്രോണർ ദ്രുപദന് രാജ്യം തിരികെ നൽകുന്നു. അപമാനിതനായ ദ്രുപദൻ ദ്രോണരെ പരാജയപ്പെടുത്താൻ പോകുന്ന ഒരു പുത്രനു വേണ്ടി യാഗം നടത്തുന്നു. ഈ യാഗത്തിൽ പിറന്ന ദൃഷ്ടദ്യുമ്നൻ്റെ കൈകൾ കൊണ്ടാണ് സമർത്ഥമായി മെനഞ്ഞ ഒരു ചതിയിലൂടെ ദ്രോണർ
മഹാഭാരത യുദ്ധത്തിൽ വധിക്കപ്പെടുന്നത്. എന്നാൽ ഇവിടെ നമ്മുടെ കഥാനായിക ദ്രൗപദിയാണ്. യാഗാഗ്നിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ദിവ്യമായ ഒരു പ്രവചനം ഉണ്ടായി. ഈ ഇരുണ്ട നിറമുള്ള പെൺകുട്ടി എല്ലാ സ്ത്രീകളിലും ആദ്യത്തേതായിരിക്കും. അവൾ നിരവധി ക്ഷത്രിയരുടെ മരണത്തിന് കാരണമാകും. ഇവളിലൂടെ ദേവന്മാരുടെ ലക്ഷ്യം നിറവേറും. അതോടൊപ്പം കൗരവരുടെ അന്ത്യവുമായിരിക്കും. ദ്രുപദനെയും പൃഷതിയെയും മാതൃപിതൃ സ്ഥാനങ്ങളിൽ കണ്ടുകൊണ്ട് പാഞ്ചാല രാജ്യത്ത് വളർന്ന ദ്രൗപദി സ്വയംവര വിവാഹ ചടങ്ങിലൂടെ അർജുനനെ തൻ്റെ ഭർത്താവായി തിരഞ്ഞെടുത്തു. ദ്രോണരുടെ പ്രിയ ശിഷ്യനായ അർജുനന്റെ കൈകളാൽ താൻ പരാജയപ്പെട്ടെങ്കിലും അർജുനന്റെ കഴിവുകളിൽ ഏറെ മതിപ്പുണ്ടായിരുന്ന ദ്രുപദന് തൻ്റെ പുത്രിയായ ദ്രൗപദിക്ക് അർജുനൻ തന്നെ ഭർത്താവായി വരണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നു. അർജുനനെ പോലെ തന്നെ ദ്രൗപദിയുടെ ഭർതൃപദം മോഹിച്ച് അവിടെ എത്തിയ കർണനെ, സൂതപുത്രനെ ഞാൻ വിവാഹം ചെയ്യില്ല എന്ന് പറഞ്ഞ് ദ്രൗപദി അപമാനിച്ചയക്കുന്നു. കർണന് അർജുനനോട് കടുത്ത വിരോധമുണ്ടാകാനും പിന്നീട് നടന്ന മഹാഭാരത യുദ്ധത്തിൽ കർണൻ ദുര്യോധന പക്ഷത്തു നിന്ന് പാണ്ഡവർക്കെതിരെ യുദ്ധം ചെയ്യാനും ഇത് ഒരു കാരണമായി മാറി. ദ്രുപദ രാജധാനിയിൽ ബ്രാഹ്മണ വേഷത്തിലെത്തിയ പാണ്ഡവരിൽ സ്വയംവരത്തിൽ ദ്രൗപദി അർജുനനെയാണ് ഭർത്താവായി സ്വീകരിച്ചത്. എന്നാൽ തൻ്റെ 5 മക്കളുടെയും ഒരേ ഒരു പത്നിയായാണ് പാണ്ഡവരുടെ മാതാവായ കുന്തിദേവി ദ്രൗപദിയെ ധരിച്ചത്. ദ്രൗപദിയെ കൊണ്ട് മാതാവ് കുന്തിയുടെ അടുത്തെത്തിയ പാണ്ഡവർ ആദ്യം അവരോട് പറയുന്നത് തങ്ങൾക്ക് ഭിക്ഷയായി ഒരു അമൂല്യ വസ്തു ലഭിച്ചു എന്നാണ്. എന്ത് ലഭിച്ചാലും തൻ്റെ 5 മക്കളും അത് ശരിസമമായി തന്നെ പങ്കുവെക്കണം എന്നാണ് കുന്തി അവരോട് ആവശ്യപ്പെട്ടത്. അമ്മയുടെ വാക്കുകൾക്കപ്പുറത്തേക്ക് മറ്റൊരു ലോകമില്ലാത്ത 5 മക്കളും ധർമ്മസങ്കടത്തിലായി. മേൽപ്പറഞ്ഞ കാര്യം ദ്രുപദ രാജധാനിയിൽ വെച്ച് ചർച്ച ചെയ്തപ്പോൾ ദ്രുപദ രാജാവും സഹോദരൻ ദൃഷ്ടദ്യുമ്നനും ഇതിനെ ശക്തമായി എതിർത്തു. പിന്നീട് വേദവ്യാസൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും അനുഗ്രഹത്താൽ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെങ്കിലും കുന്തി പറഞ്ഞ ഈ ഒരു നിർദ്ദേശത്തിന് അംഗീകാരം ലഭിക്കുകയും അങ്ങനെ അവർ പാഞ്ചാലി എന്ന പേരിലും അറിയപ്പെടാൻ തുടങ്ങി. കൗരവരുടെയും പാണ്ഡവർക്കിടയിലുമുണ്ടായ ഭിന്നത ആസന്നമായ ഒരു യുദ്ധത്തിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരുന്നത്. മുൻകോപിയായ ദുര്യോധനന്റെ പാണ്ഡവരോടുള്ള വൈരം ഇരട്ടിക്കാനും യുദ്ധത്തിലേക്കുള്ള യാത്ര വളരെ വേഗത്തിലാക്കാനും പാഞ്ചാലി ഒരു കാരണമായി എന്ന് സ്ഥാപിക്കുന്ന കഥ നിലവിലുണ്ട്. എന്നാൽ ഈ കഥ വേദവ്യാസൻ എഴുതിയ മഹാഭാരതത്തിലില്ല എന്നത് ശ്രദ്ധേയമാണ്. ധർമ്മപുത്രർ നടത്തിയ രാജസൂയയജ്ഞത്തിൽ പങ്കെടുക്കുന്നതിനായി ദുര്യോധനനും പരിവാരങ്ങളും എത്തുന്നു. പാണ്ഡവർക്ക് ദേവശില്പിയായ മയൻ നിർമ്മിച്ചു നൽകിയ കൊട്ടാരം കണ്ടുകൊണ്ട് നടക്കുന്ന ദുര്യോധനൻ അവിടെ മയൻ ഒരുക്കി വെച്ച് കാണുമ്പോൾ ജലമാണെന്നും അല്ലെന്നും ഒരേ സമയം തോന്നിക്കുന്ന ഒരു മുറിയിലേക്ക് പ്രവേശിക്കുന്നു. മുറിയിലേക്ക് കാലെടുത്ത് വെച്ച ദുര്യോധനൻ അരയോളം വെള്ളത്തിൽ വീണുപോകുന്നു. അംഗവസ്ത്രങ്ങളും ചമയങ്ങളുമെല്ലാം നനഞ്ഞ് പരിഹാസ്യനായി നിൽക്കുന്ന ദുര്യോധനനെ നോക്കി അന്ധൻ്റെ പുത്രൻ അന്ധനാണ് എന്ന അർത്ഥം വരുന്ന അന്ധസ്യ പുത്ര അന്ധഹ എന്ന് പറഞ്ഞ് കളിയാക്കി എന്നാണ് ആരോ എഴുതി വെച്ച ഐതിഹ്യം. കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് നയിക്കുന്നതിൽ പ്രധാന കാരണമായി വിലയിരുത്തപ്പെട്ട യുധിഷ്ഠിരനും ശകുനിയും തമ്മിലുള്ള പകിടകളിയിൽ ഏറ്റവും അധികം അപമാനിക്കപ്പെട്ടത് പാഞ്ചാലിയാണ്. ശകുനിയുടെ വഞ്ചനാപരമായ നീക്കത്തിലൂടെ പാണ്ഡവർക്ക് തങ്ങളുടെ രാജ്യം, സമ്പത്ത്, അതോടൊപ്പം അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യവും നഷ്ടപ്പെടുന്നു. എല്ലാം നഷ്ടപ്പെട്ട പാണ്ഡവർക്ക് അവസാനം ദ്രൗപദിയെ വരെ പണയം വെച്ച് ചൂതുകളി തുടരേണ്ടതായി വരുന്നു. പരാജയങ്ങളിൽ നിന്ന് പരാജയങ്ങളിലേക്ക് കൂപ്പുകുത്തിയ പാണ്ഡവർക്ക് ദ്രൗപദിയെയും നഷ്ടപ്പെടുന്നു. കൗരവർ പാണ്ഡവരെ പരിഹസിക്കുകയും പരസ്യമായി അപമാനിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ കാഠിന്യം അനുഭവിച്ചത് ദ്രൗപദിയാണ്. ദുര്യോധനന്റെ സഹോദരനായ ദുശാസനൻ ദ്രൗപദിയുടെ മുടിയിൽ പിടിച്ചുകൊണ്ട് സഭയിൽ വലിച്ചിഴയ്ക്കുകയും പാഞ്ചാലി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ അപഹരിക്കാനും അതിലൂടെ അവരെ അപമാനിക്കാനും ശ്രമിക്കുന്നു. ആപത് ബാന്ധവനായ ശ്രീകൃഷ്ണന്റെ കൃത്യമായ ഇടപെടൽ കൊണ്ടാണ് ദ്രൗപദി കൂടുതൽ അപമാനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ഇത് പാണ്ഡവരുടെയും പാഞ്ചാലിയുടെയും മനസ്സിൽ വലിയൊരു മുറിവാണ് അവശേഷിപ്പിച്ചത്. ശകുനിയെയും ദുശാസനനെയും വധിക്കുമെന്ന് ഭീമനും സഹദേവനും പാഞ്ചാലിക്ക് വാക്കു നൽകുന്നു. തങ്ങൾക്ക് നേരിട്ട ഈ കടുത്ത അപമാനം പാണ്ഡവർക്ക് യുദ്ധത്തിൽ വിജയിക്കാൻ ശക്തമായ ഒരു പ്രേരണയായി മാറുന്നു. പകിടകളിയുടെ അവസാനം പാണ്ഡവർക്ക് വിധിക്കപ്പെട്ട 12 വർഷത്തെ വനവാസത്തിലും 1 വർഷത്തെ അജ്ഞാതവാസത്തിലും ദ്രൗപദി അവരെ വനത്തിൽ അനുഗമിക്കുന്നു. പാണ്ഡവർക്ക് പകിടകളിയിൽ ദ്രൗപദിയെ പരാജയപ്പെട്ടപ്പോൾ ദുര്യോധനൻ ദ്രൗപദിയോട് തൻ്റെ തുടയിൽ വന്നിരിക്കാനായി ആംഗ്യം കാണിക്കുന്നു. ഇതിൽ പ്രകോപിതനായ ഭീമൻ
ദുര്യോധനന്റെ തുട ഗദായുദ്ധത്തിൽ തകർത്ത് പ്രതികാരം ചെയ്യുമെന്ന് ശപഥം ചെയ്യുന്നു. അതുപോലെ ദ്രൗപദിയുടെ മുടി കുത്തിപ്പിടിച്ച ദുശാസനന്റെ കൈകൾ അറുത്തുമാറ്റുമെന്നും ഭീമൻ പ്രതിജ്ഞ ചെയ്യുന്നു. മഹാഭാരത യുദ്ധത്തിൽ മേൽപ്പറഞ്ഞ പ്രതികാരങ്ങളെല്ലാം വലിയ വില കൊടുത്താണ് നിറവേറ്റപ്പെട്ടത്. ഗദായുദ്ധത്തിൽ ഒരിക്കലും അരയ്ക്ക് താഴെ ഗദ പ്രയോഗിക്കാൻ പാടില്ല എന്ന നിയമമുണ്ട്. തങ്ങളുടെ ഗുരുനാഥനായ ബലരാമനെ സാക്ഷി നിർത്തിയാണ് ഭീമൻ ദുര്യോധനന്റെ തുട തകർത്ത് വധിക്കുന്നത്. ഇത് കണ്ട് കുപിതനായി ഭീമനെ കൊല്ലാനായി തൻ്റെ കലപ്പയും എടുത്ത് മുന്നോട്ട് വന്ന ബലരാമനെ തണുപ്പിക്കുന്നത് ശ്രീകൃഷ്ണനാണ്. അധർമ്മത്തെ നേരിടാൻ എപ്പോഴും അധർമ്മം തന്നെ വേണമെന്ന കൃഷ്ണന്റെ വാക്കുകൾ ശരിവെക്കുകയായിരുന്നു പാണ്ഡവർ. അതിന് ഉപകരണമായി നിലകൊണ്ടതോ ദ്രൗപദിയും. അജ്ഞാതവാസത്തിൽ പാണ്ഡവർക്ക് താങ്ങും തണലുമായി നിലകൊണ്ട ദ്രൗപദിക്ക് അർജുനന് ദേവേന്ദ്രനിൽ നിന്ന് ലഭിച്ച അക്ഷയപാത്രം ദ്രൗപദി ഭക്ഷണം കഴിച്ചു കഴിയുന്നതുവരെ അതിൽ നിറയെ ഭക്ഷണമുണ്ടാകും എന്നതാണ് പ്രത്യേകത. അക്ഷയപാത്രത്തിന്റെ സഹായത്തോടെ പാണ്ഡവരും പാഞ്ചാലിയും തങ്ങൾക്ക് വിധിക്കപ്പെട്ട അജ്ഞാതവാസവും വനവാസവും പൂർത്തിയാക്കുന്നു. തുടർന്ന് നടന്ന മഹാഭാരത യുദ്ധത്തിൽ പാഞ്ചാലിക്ക് നേരിട്ട ഈ അപമാനത്തിന് മറുപടി നൽകിക്കൊണ്ട് പാണ്ഡവർ കൗരവരെയും അവരുടെ സഖ്യസേനകളെയും ശ്രീകൃഷ്ണന്റെ സഹായത്തോടെ വധിക്കുന്നു. എന്നാൽ പാഞ്ചാലിക്ക് പാണ്ഡവരിലുണ്ടായ ഉപപാണ്ഡവന്മാർ എന്നറിയപ്പെടുന്ന 5 മക്കളെ യുദ്ധത്തിന്റെ 18-ാം ദിവസം ദ്രോണരുടെ പുത്രനായ അശ്വത്ഥാമാവും കൃപാചാര്യരും മറ്റ് അവശേഷിക്കുന്ന കൗരവരും ചേർന്ന് രാത്രിയിൽ യുദ്ധപാളയം വളഞ്ഞ് ആക്രമിച്ച് വധിക്കുന്നു. ഇതിൽ കുപിതയായ ദ്രൗപദി അശ്വത്ഥാമാവിനെ വധിച്ചില്ലെങ്കിൽ താൻ ഉപവസിച്ച് മരിക്കുമെന്ന് പാണ്ഡവർക്ക് അന്ത്യശാസനം നൽകുന്നു. അർജുനനും അശ്വത്ഥാമാവും തമ്മിൽ നടന്ന യുദ്ധത്തിൽ പരസ്പരം ബ്രഹ്മശീർഷ അസ്ത്രം പ്രയോഗിച്ച ഇരുവരും വ്യാസഭഗവാന്റെ ഇടപെടലിൽ അസ്ത്രങ്ങൾ പിൻവലിക്കാൻ നിർബന്ധിതരാകുന്നു. എന്നാൽ അശ്വത്ഥാമാവ് തൻ്റെ അസ്ത്രം അഭിമന്യുവിൻ്റെ പത്നിയായ ഉത്തരയുടെ ഗർഭത്തിലേക്കാണ് വഴിതിരിച്ചുവിട്ടത്. ശ്രീകൃഷ്ണൻ പാണ്ഡവരുടെ ഒരേ ഒരു അവകാശിയായ അഭിമന്യുവിൻ്റെ പുത്രനായ പരീക്ഷിത്തിനെ സംരക്ഷിക്കുന്നു. കൃഷ്ണന്റെ ശാപമേറ്റുവാങ്ങിയ അശ്വത്ഥാമാവിന്റെ നെറ്റിയിലുണ്ടായിരുന്ന വിശിഷ്ടമായ രത്നം ഭീമൻ ദ്രൗപദിക്ക് നൽകുന്നു. ഈ രത്നം സ്വീകരിച്ചുകൊണ്ടാണ് ദ്രൗപദി തൻ്റെ പുത്രന്മാരുടെ ഘാതകരോട് ക്ഷമിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അവസാനം ഹസ്തിനപുരത്തിന്റെ രാജസിംഹാസനത്തിൽ ഉപവിഷ്ടനാകുന്ന ധർമ്മപുത്രരോടൊപ്പം 36 വർഷം ദ്രൗപദി ഹസ്തിനപുരം ഭരിക്കുന്നു. 36 വർഷങ്ങൾക്ക് ശേഷം പരീക്ഷിത്തിനെ ഹസ്തിനപുരത്തിന്റെ പുതിയ ചക്രവർത്തിയായി അഭിഷേകം ചെയ്ത് ഹിമാലയത്തിലേക്ക് പിൻവാങ്ങിയ പാണ്ഡവരോടൊപ്പം പാഞ്ചാലിയും ഉണ്ടായിരുന്നു. ഹിമാലയത്തിലൂടെ നടന്ന് സ്വർഗത്തിന്റെ കവാടം തേടിയുള്ള യാത്രയ്ക്കൊടുവിൽ പാണ്ഡവർ ഓരോരുത്തരായി വീണു മരിക്കുന്നു. ആദ്യം വീണത് ദ്രൗപദിയാണ്. ഇത് കണ്ട ഉടനെ ഭീമൻ ധർമ്മപുത്രരോട് ചോദിക്കുന്നു, ധർമ്മിഷ്ഠയായ ദ്രൗപദിക്ക് എന്താണ് ഇങ്ങനെ ഒരു അവസ്ഥ വരാനുള്ള കാരണം? അതിന് ധർമ്മപുത്രർ നൽകുന്ന മറുപടി ഇങ്ങനെയാണ്: 5 പേരെയും തുല്യരായി കാണേണ്ടതിന് പകരം തൻ്റെ സ്നേഹത്തിൻ്റെ ഭൂരിഭാഗവും അവൾ നീക്കിവെച്ചത് അർജുനന് വേണ്ടിയായിരുന്നു. ഇന്നവൾ അതിനുള്ള ഫലം അനുഭവിക്കുന്നു. മഹാഭാരതത്തിൻ്റെ സ്വർഗാരോഹണ പർവ്വത്തിൽ സ്വർഗത്തിലെത്തിയ യുധിഷ്ഠിരൻ ദ്രൗപദിയെ ശ്രീലക്ഷ്മി ഭാവത്തിലാണ് ദർശിച്ചത്. മഹാഭാരതത്തിൽ ദ്രൗപദി വെറുമൊരു സ്ത്രീ കഥാപാത്രമല്ല. ബുദ്ധിമതിയും വിവേകമതിയും ധൈര്യശാലിയും അതിസ്വതന്ത്രയുമായ ആധുനിക ഇന്ത്യൻ സ്ത്രീത്വത്തിൻ്റെ പ്രതിനിധി കൂടിയാണ് ദ്രൗപദി. പുരുഷന്റെ ഇഷ്ടങ്ങൾ നിറവേറ്റാനുള്ള ഉപകരണം മാത്രമാണ് സ്ത്രീ എന്ന വാദത്തിനുള്ള തിരിച്ചടി കൂടിയാണ് ദ്രൗപദി എന്ന മഹാഭാരത കഥാപാത്രം. പുരുഷനെ പോലെ തന്നെ സ്ത്രീയും സമൂഹത്തിൽ തുല്യനീതിക്കും ബഹുമാനത്തിനും അർഹയാണെന്ന് വാദിക്കുന്ന ഇതിഹാസത്തിലെ അപൂർവമായ കഥാപാത്രം കൂടിയാണ് ദ്രൗപദി.